പാലക്കാട് പന്ന്യങ്കര ടോൾ പ്ലാസയിലൂടെ പോയ സ്കൂൾ വാഹനങ്ങൾക്ക് വക്കീൽ നോട്ടീസ്. ടോൾ വഴി സമീപ പ്രദേശത്തെ സ്കൂളിലേക്ക് സർവീസ് നടത്തിയ വാഹനങ്ങൾക്കാണ് പിഴ ചുമത്തിയത്. 2 ലക്ഷത്തോളം രൂപ വരെ പിഴ അടക്കാനാണ് വക്കീൽ നോട്ടീസ്. ടോൾ കമ്പനിയായ തൃശൂർ എക്സ്പ്രസ് ലിമിറ്റഡിന്റെ പേരിലാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് പാലക്കാട്. നിഖിൽ, വിവരങ്ങൾ. ഇപ്പോഴൊരു ഉത്തരവ് ഇതിലൂടെ കടന്നു പോകുന്ന സ്കൂൾ ബസ്സുകളുടെ ഉടമകൾക്ക് ഈ ടോൾ കമ്പനി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. അവരുടെ വിചിത്രമായ വാദം വളരെ കൗതുകകരമാണ് സുഹൈൽ. കാരണം ഈ കഴിഞ്ഞ 2022 മാർച്ച് 9 മുതൽ 2024 സെപ്റ്റംബർ 9 വരെയുള്ള കണക്ക് എന്നുള്ളതാണ് പറയുന്നത്. ഇതിലൂടെ കടന്നു പോയിട്ടുള്ള സ്കൂൾ ബസ്സുകൾ അനധികൃതമായി ടോൾ നൽകാതെയാണ് കടന്നുപോയത് എന്നുള്ളതാണ് ഇവരുടെ വാദം. 1,20,000 രൂപയും 12% പലിശയും ഉൾപ്പെടെ 15 ദിവസത്തിനകം അടയ്ക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. 1,90,000 രൂപയ്ക്ക് മുകളിലാണ് പല സ്കൂൾ ബസ് ഉടമകൾക്കും പിഴ ഈടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് അടയ്ക്കാത്ത പക്ഷം ക്രിമിനൽ കേസ് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഈ നോട്ടീസിൽ പറയുന്നുണ്ട്. പ്രദേശവാസികൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും സൗജന്യം അനുവദിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ ടോൾ പ്ലാസയിലൂടെ വാഹനങ്ങൾ കടന്നുപോയിരുന്നത്. പ്രദേശവാസികൾക്ക് ടോൾ ഈടാക്കാനുള്ള തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ അടക്കമുണ്ടായിരുന്നു. സ്കൂൾ ബസ്സുകൾക്കും അതിനു പിന്നാലെ ടോൾ ഈടാക്കാനുള്ള തീരുമാനമെടുക്കുകയും തുടർന്ന് പ്രതിഷേധങ്ങളെ തുടർന്ന് ഇത് അവസാനിപ്പിക്കുകയുമായിരുന്നു. എന്നിരിക്കെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ സ്കൂൾ ബസ്സുകൾ അനധികൃതമായി ആണ് കടന്നുപോയത് എന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് ടോൾ ഈടാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഇടയ്ക്ക് സൗജന്യം നിർത്തലാക്കുമെന്നുള്ള അറിയിപ്പ് വരുന്നതോടെ ടോൾ പ്ലാസയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും മറ്റും ഉണ്ടാകും. 22 മുതൽ മാർച്ച് 2024 വരെ ഈ കാലയളവിലേക്ക് നമ്മുടെ തൃശ്ശൂർ എക്സ്പ്രസ് ഹൈവേയുടെ പന്ന്യങ്കര ടോൾ പ്ലാസയിൽ നിന്ന് അവരുടെ ഒരു വക്കീൽ നോട്ടീസ് ഞങ്ങളുടെ സ്കൂൾ വാഹനങ്ങൾക്ക് അതിൽ കടന്നു പോകുന്ന സ്കൂൾ വാഹനങ്ങൾക്ക് വഴിയുണ്ടായി. അതിൽ വന്നിരിക്കുന്ന വാഹനങ്ങൾക്ക് പല രീതിയിലും 2 ലക്ഷം രൂപ മുതൽ 2.5 ലക്ഷം രൂപ വരെ, 1 ലക്ഷം രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ, അങ്ങനെ പല എമൗണ്ടുകളായിട്ട് ഇവർ ടോൾ എന്ന് പിടിക്കാൻ തുടങ്ങിയത്. അന്ന് ആ കാലഘട്ടം തൊട്ട് ഈ കാലഘട്ടം വരെ 2024 വരെയുള്ള ചാർജാണ് അവർ വക്കീൽ നോട്ടീസ് മുഖാന്തരം അയച്ചിരിക്കുന്നത്. ഇതൊരു ക്രിമിനൽ കേസാണെന്ന് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഇത് ഇത്രയും വലിയൊരു നിഖിൽ, ഈ പ്രദേശത്തെ വാഹനങ്ങൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും ഇളവ് നൽകിക്കൊണ്ട് കമ്പനി തന്നെ അംഗീകരിച്ചിരുന്നു. ഇളവ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മുൻകാല പ്രാബല്യത്തോടു കൂടി ഒരു പിഴ ഇത്തരത്തിലൊരു വക്കീൽ നോട്ടീസ് അയക്കാൻ ഇടയാക്കിയത്? എന്താണ് ഇതിന്റെ യുക്തി, നിഖിൽ? അതുതന്നെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് സുഹൈൽ. കാരണം അധികാരികളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഉറപ്പാണ് സ്കൂൾ ബസ്സുകളിൽ നിന്നും അതോടൊപ്പം തന്നെ അടുത്ത പ്രദേശവാസികളിൽ നിന്നും ടോൾ ഈടാക്കില്ല എന്നുള്ളത്. അതിപ്പോൾ അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. സമീപത്തെ 6 പഞ്ചായത്തുകളിലുള്ള ആളുകൾക്കാണ് സൗജന്യം അനുവദിക്കപ്പെട്ടിട്ടുള്ളത്, ഒപ്പം സ്കൂൾ ബസ്സുകൾക്കും. എന്നിരിക്കെ പൊടുന്നനെ ഒരു ദിവസം മുൻകാല പ്രാബല്യത്തോടു കൂടി ഈ ടോൾ തുക അടയ്ക്കണം, ഒരുമിച്ച് അടയ്ക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സാധാരണ ഈ സ്കൂൾ ബസ് ഉടമകൾക്കൊന്നും ഇത്തരത്തിലെ ഈ വലിയ തുക 1,90,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ അവരെ സംബന്ധിച്ചത് വലിയ തുകയാണ്. അത് ഒരുമിച്ച് അടയ്ക്കാൻ പറഞ്ഞാൽ ഒരു കാരണവശാലും അവർക്കത് സാധ്യമാകില്ല. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ്, ഏത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു വക്കീൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ വിവരം അവർക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്തായാലും ഈ ടോൾ തുക പിരിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനമെങ്കിൽ വരും ദിവസങ്ങളിൽ അധികാരികൾക്ക് മുന്നിലാണോ ടാർ ചെയ്ത ടോൾ കമ്പനികൾ? അവർ നൽകിയ ഉറപ്പ് പിന്നീട് പിഴ ഒടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് വരെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.